ഹലോ, എല്ലാവരും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. കാപ്പി കുടിയും കഴിഞ്ഞ് ചോറ് കഴിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ വീഡിയോ എല്ലാവരുടെയും മുമ്പിലെത്തുക. ആഗ്രഹമുണ്ട് രാവിലെ എഡിറ്റ് ചെയ്ത് രാവിലെ തന്നെ ഇടണമെന്ന്, പക്ഷേ നടക്കുന്നില്ല. കുഴപ്പമില്ല. രാവിലെ എണീറ്റ് വന്ന ഉടനെ കുറേ നേരത്തെ ആലോചന ഇന്ന് എന്തുണ്ടാക്കുമെന്നായിരുന്നു. കാരണം അപ്പത്തിനോ ദോശയ്ക്കോ ഒന്നും മാവില്ല. പിന്നെ പുട്ടുണ്ടാക്കിയാൽ ഓൻ കഴിക്കത്തുമില്ല. അപ്പം നമ്മളെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോകില്ല, അവരെയും കൂടെ ഇഷ്ടം നോക്കണമല്ലോ. അപ്പോൾ 2 പേർക്കും ഭൂരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഭൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിയ സീഡ് എടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ മാവും കുഴച്ച് വെച്ച് ഉള്ളി ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ചിയ സീഡ് കുതിർന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് എന്തോ കുടിക്കാവുന്നതാണ് പറയണത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്ന് കുടിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇരുന്ന് കുടിച്ചത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേട്ട് ജീവിക്കണമല്ലോ. പിന്നെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇന്നലെ മുതലാണ് കുടിച്ച് തുടങ്ങിയത്. കൃത്യം അടുത്ത മാസം 10-ാം തീയതി ആകുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഞാൻ ഒരു മാസം നോക്കിയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ മാവ് ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഭൂരി നല്ല കിടിലനായിട്ട് വരും, ചില സമയത്ത് ഭയങ്കര ഇന്നത്തെ ഷേപ്പൊക്കെ ആണെങ്കിൽ ഒരുമാതിരി മുട്ടയുടെ ഷേപ്പായിരുന്നു. മുട്ടക്കറി വയ്ക്കുന്നതുകൊണ്ടായിരിക്കും എക്സ്ട്രാ പൂരിക്കും കൂടെ മുട്ടയുടെ ഷേപ്പ് വന്നത്. പിന്നെ എന്താ, റംസാന് കാപ്പിയൊക്കെ കൊടുത്ത് ആശാനെ നേരെ പള്ളിയിലോട്ടിച്ച് വിട്ടിട്ട് ഞാനും വന്നിരുന്ന് കാപ്പി കുടിച്ച്. ഭൂരിയിൽ ഉപ്പില്ലായിരുന്നെങ്കിലും മുട്ടക്കറിയിൽ അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. ഉള്ളി കുറവായിരുന്നു, പക്ഷെ ഉപ്പിട്ടപ്പോൾ കൂടിപ്പോയി. കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം അങ്ങനെയൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു.